അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈന മാ ബഅദ്. 7 ഗുണങ്ങളിലൂടെ അഹങ്കാരം കടന്നു വരാം. അതിൽ രണ്ട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഒന്ന് കുടുംബമഹിമ, 2 സൗന്ദര്യം. ഇനി മൂന്നാമത്തെ അഹങ്കരിക്കാൻ ചാൻസുള്ള ഒരു ഗുണമാണ്, വിശേഷണമാണ് ശക്തി എന്ന് പറയുന്നത്. ഒരാൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കനിഞ്ഞേകുന്ന അനുഗ്രഹങ്ങളിൽപ്പെട്ട പ്രധാനപ്പെട്ട അനുഗ്രഹമാണ് ശക്തി. ആരോഗ്യത്തിൻ്റെ മൂർത്തീഭാവമാണത്. നമ്മൾ സൗന്ദര്യത്തിൻ്റെ കാര്യത്തിൽ പറഞ്ഞതുപോലെ എപ്പോഴും അവൻക്ക് അസുഖങ്ങൾ പിടിപെടാം. അവൻ്റെ ശക്തി ക്ഷയിപ്പിക്കുന്ന ഒരുപാട് രോഗങ്ങൾ അല്ലെങ്കിൽ അപകടങ്ങൾ എപ്പോഴും അവനെ പിടികൂടാം. ഈ ധാരണ നമ്മളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കുക. അവൻ്റെ കയ്യിൽ അല്ലെങ്കിൽ അവൻ്റെ കാലിലുള്ള ഒരു നരമ്പിൻ്റെ പ്രവർത്തനം നിലച്ചാൽ അവൻ്റെ ശക്തിക്കെന്ത് പ്രസക്തിയാണ് ഉണ്ടാകുക. അല്ലെങ്കിൽ നാം നിസ്സാരമെന്ന് കരുതുന്ന ഒരു കൊതുകിൻ്റെ കടിയേറ്റാൽ പോലും നമുക്ക് ചില അപകടങ്ങളുണ്ടാകും. നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മൾ ചെവി അല്ലെങ്കിൽ മൂക്കൊന്നും മൂടിയിട്ടല്ല ഉറങ്ങുന്നത്. നമുക്കങ്ങനെ ഉറങ്ങാനും കഴിയില്ല. നമ്മളുടെ മയക്കത്തിൻ്റെ ആ ഇടയിൽ ഒരു ചെറിയൊരു ഉറുമ്പ് നമ്മളുടെ ചെവിയിലൂടെ കടന്നു കളഞ്ഞാൽ നമ്മളുടെ ജീവൻ തന്നെ അപകടത്തിലാകും. ഇവിടെ വലിയൊരു അഹങ്കാരിയൊന്നുണ്ടായിരുന്നു. അവൻ്റെ പേര് നമ്രൂദ് എന്നാണ്. നമ്രൂദ് ബഹുമാനപ്പെട്ട ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങളുടെ ആ കാലത്ത് ജീവിച്ച ഒരു അഹങ്കാരിയായിരുന്നു നമ്രൂദ്. ആ നമ്രൂദിൻ്റെ കാറ്റ് പോയത് എങ്ങനെയാണ്? നമ്രൂദിൻ്റെ കാറ്റ് പോയത് അദ്ദേഹത്തിൻ്റെ മൂക്കിലൂടെ ഒരു ചെറിയ ജീവികൾ അല്ലാഹു തആല കടത്തി വിട്ടു. അതോടെ നമ്രൂദിൻ്റെ കാറ്റ് പോയി. നമ്മളുടെ ശക്തി, ആ ശക്തി ക്ഷയിക്കാൻ ഒരു മുള്ളിന് പോലും കഴിയും. നമ്മൾ നടന്നു പോകുമ്പോൾ നമ്മളുടെ കാലിലൊരു മുള്ള് തറച്ചാൽ ആ മുള്ളെടുക്കാതെ നമുക്ക് നമ്മളുടെ ശക്തിയൊന്നും ശരിക്കും ഉപയോഗിക്കാൻ കഴിയില്ല. അപ്പോൾ പറഞ്ഞു വരുന്നത്, അവൻ ഈ ദുനിയാവിൽ വിപത്തുകളിൽ നിന്ന് മുക്തനല്ല. ഏത് സന്ദർഭത്തിലും അവൻ്റെ ശക്തി ക്ഷയിപ്പിക്കുന്ന, ശക്തിയെ ഇല്ലാതാക്കി കളയുന്ന ഏതെങ്കിലും ഒരു രോഗം അല്ലെങ്കിൽ അപകടം ഒക്കെ വന്നു ഭവിക്കാൻ ചാൻസ് ഉണ്ട്. എന്നാൽ അവന് വലിയ കഴിവുള്ളവനാണെങ്കിലും നമ്മളുടെ ഇതര ജീവികൾ എടുത്തു നോക്കിയാൽ അതിൻ്റെ ശക്തിയൊന്നും അവനില്ല. കഴുത, പോത്ത്, ആന, ഒട്ടകം, ഇതിൻ്റെ ശക്തി അവൻക്കുണ്ടോ? അവൻ ഈ മനുഷ്യരെ അവൻക്ക് എന്ത് ചെയ്യാം, പരാജയപ്പെടുത്താമെങ്കിലും ഇവിടെ ഒരുപാട് ജീവികളുണ്ട്. ആനയുണ്ട്. ആനയെ അവന് കീഴ്പ്പെടുത്താൻ കഴിയുമോ? ഒരു മനുഷ്യന് എത്ര ശക്തി, വലിയ ബോക്സറായ ആളാണ്, അയാൾക്ക് ഒരു ആനയെ കീഴ്പ്പെടുത്താൻ പറ്റുമോ? ഒരു സിംഹത്തെ കീഴ്പ്പെടുത്താൻ പറ്റുമോ? ഒരു കടുവയെ കീഴ്പ്പെടുത്താൻ പറ്റുമോ? അതുപോലെ ഇവിടെ ഒരുപാട് ജീവികളുണ്ട്. ചിലപ്പോൾ ഒരു പോത്തിനെ പോലും അവൻക്ക് കൈകാര്യം ചെയ്യാൻ കഴിയില്ല. അത് ഒരുപാട് ആളുകൾ കൂടിയിട്ടാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ അവൻ്റെ ശക്തി അത്രയേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഇങ്ങനെയൊക്കെയാണ് അവൻ്റെ ശക്തിയുടെ കഥയെങ്കിൽ പിന്നെ എങ്ങനെയാണ് മോനെ എൻ്റെ ഈ മസിൽ കൊണ്ടും ശക്തി കൊണ്ടും ഒക്കെ നീ വീമ്പ് പറയുന്നത്, നീ തല്ലാൻ പോകുന്നത് ആൾക്കാരെ? 4-മത്തത് സമ്പത്താണ്. 5-മത്തത് കൂട്ടാണ്, സഹവാസികൾ, സ്നേഹിതന്മാർ അല്ലെങ്കിൽ അനുയായികൾ. നേരത്തെ പറഞ്ഞ സൗന്ദര്യം, ശക്തി, ഇവ രണ്ടും മനുഷ്യനിലുള്ള കാര്യങ്ങളാണ്. എന്നാൽ ഈ സമ്പത്തും കൂട്ട് എന്നുള്ളതും ഇവിടെ പുറമേയുള്ള കാര്യങ്ങളാണ്. മനുഷ്യൻ്റെ പുറമേയുള്ള കാര്യങ്ങളാണ് ഇവ. മനുഷ്യൻ്റെ അകത്തുള്ള കാര്യങ്ങളല്ല. അതുകൊണ്ട് തന്നെ ഇവ രണ്ടും അഹങ്കരിക്കുക എന്നുള്ളത്
ഒരു വഷളം കാര്യമാണ്. കാരണം ഇവ രണ്ടും ഏത് സമയത്തും ഇല്ലാതായി മാറാം. സമ്പത്തിനെ കുറിച്ചെടുക്കുമ്പോഴും പിന്നെ അതുപോലെ കൂട്ടുകാരെ കുറിച്ചെടുക്കുമ്പോഴും ഇവ രണ്ടും എപ്പോൾ വേണമെങ്കിലും അവരിൽ നിന്ന് അകലാം. അപ്പോൾ ഈ കൂട്ടുകൊണ്ട് അഹങ്കരിക്കുന്ന വിഭാഗത്തിൽപ്പെട്ടതാണ് ഈ ജനപ്രതിനിധി, അല്ലെങ്കിൽ മുഖ്യമന്ത്രി, പ്രധാനമന്ത്രി, രാജാവ്. ഇവരെ അഹങ്കരിക്കുന്നത് അവർക്ക് അനുയായികളുണ്ട്. ആ അനുയായികൾ എല്ലാ തരത്തിലുള്ള സപ്പോർട്ട് ഇവർക്ക് ചെയ്യുമെന്ന്. പക്ഷേ അവർ ഏത് സമയത്താണ് അവർ മറ്റൊരാളെ ജനപ്രതിനിധിയാക്കുക എന്ന് ഇവരിന് മനസ്സിലാക്കാൻ കഴിയില്ല. അപ്പോൾ ഇന്ത്യയിലൊക്കെ ഇപ്പോൾ തിരഞ്ഞെടുപ്പ് അനുസരിച്ചാണ് നമ്മൾ ജനപ്രതിനിധിയെ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഒരു MLA ആയിരുന്ന ഒരാൾ 5 വർഷത്തിലപ്പുറം MLA ആകണമെങ്കിൽ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് കൂടി വേണം. അപ്പോൾ ആ തെരഞ്ഞെടുപ്പിൽ അവന് ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ അവന് ഇനിയും ജനപ്രതിനിധിയായി നിലനിൽക്കാൻ കഴിയുകയുള്ളൂ. ഏത് സമയത്തും അവനക്ക് രാജിവെക്കേണ്ടി വന്നേക്കാം. ഇത്യാദി കാര്യങ്ങൾ കൊണ്ട് തന്നെ ഇത് ഒരു സ്ഥിരതയാർന്ന പദവിയല്ല. അതുകൊണ്ട് അതിലൂടെ എങ്ങനെയാണ് നമ്മൾ അഹങ്കരിക്കുന്നത്? അത് അഹങ്കരിക്കാൻ ഒരു വകയുമില്ലാത്ത ഒരു സംഗതിയാണ്. ഖുർആനിലെ ആലിംറാനിലെ 26-ാമത്തെ വചനം പ്രസക്തമാണ്. ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്കി തുഅ്തിൽ മുൽക മൻ തശാ വതൻജിഉൽ മുൽക മിമ്മൻ തശാ വതുഇസ്സു മൻ തശാ വതുദില്ലു മൻ തശാ ബിയദിക്കൽ ഖൈർ ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ. അല്ലാഹു സുബ്ഹാനഹു വ തആല നബിയോട് പറയുകയാണ്, ഖുൽ നബിയെ തങ്ങൾ പറയുക, അല്ലാഹുമ്മ മാലിക്കൽ മുൽക്ക്, അല്ലാഹുവേ രാജാതിരാജനെ, തൂത്തിൽ മുൽക മൻ തശാ, നീ ഉദ്ദേശിച്ച ആളുകൾക്ക് അധികാരം നൽകും, വതൻസിഉൽ മുൽക മിമ്മൻ തശാ, നീ ഉദ്ദേശിച്ചവരിൽ നിന്ന് ആ അധികാരം വലിച്ചെടുക്കുകയും ചെയ്യും. വതുഇസ്സു മൻ തശാ, നീ ഉദ്ദേശിച്ച ആളുകൾക്ക് ഇസ്സത്തും പ്രതാപവും നൽകും. വതുദില്ലു മൻ തശാ, നീ ഉദ്ദേശിച്ച ആളുകൾക്ക് ദില്ലത്തും നിന്ദ്യതയും നൽകും. ബിയദിക്കൽ ഖൈർ, നിന്റെ കയ്യിലാണ് നന്മയുള്ളത്. ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ, നീ എല്ലാ കാര്യങ്ങൾക്കും ഞാൻ കഴിവുള്ളവനാണ്. അപ്പോൾ ഈ സൂറത്ത് ഈ വചനത്തിലൂടെ നാം മനസ്സിലാക്കേണ്ടത്, ഈ അധികാരം എന്ന് പറഞ്ഞാൽ അത് എപ്പോഴും നമ്മുടെ കയ്യിൽ നിന്ന് പോകാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്നവർക്ക് അവൻ അധികാരം നൽകും. അത് ഉദ്ദേശിച്ച സമയത്ത് അവൻ വലിച്ചെടുക്കുകയും ചെയ്യും. അപ്പോൾ നാം ഇതിൽ മനസ്സിലാക്കേണ്ടത്, അല്ലാഹു തആലയാണ് സമ്പത്തും അതുപോലെ അധികാരവും കൂട്ടുകാരും സഹവാസികളും അനുയായികളും ഒക്കെ നൽകുന്നത്. അവന് ഇഷ്ടപ്പെടുന്ന സന്ദർഭത്തിൽ ഈ സമ്പത്തും ഇതെല്ലാം അവൻ പിഴുതെറിയാം. അതുകൊണ്ട് നാം അഹങ്കാരം നടിക്കരുത്. ഇനി 2 ഗുണങ്ങൾ കൂടി ബാക്കിയുണ്ട്. വിജ്ഞാനം അതുപോലെ ആരാധന. ഈ 2 കാര്യങ്ങളും അഹങ്കരിക്കാൻ കൂടുതൽ ചാൻസുള്ള കാര്യമാണ്. അത് ലോങ് ആയതുകൊണ്ട് അടുത്ത വോയിസിലൂടെ ഇൻഷാ അല്ലാഹ് നമുക്ക് പറയാം. അവിടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ആലിമീങ്ങൾക്കും മുതഅല്ലിമീങ്ങൾക്കും ആബിദീങ്ങൾക്കും ഒക്കെ ഉപകാരപ്പെടുന്ന കാര്യങ്ങളാണ് ഇൻഷാ അല്ലാഹ് ഇനി നമ്മൾ പറയുന്നത്. വാഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.